ഓക്കെ, കരവർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഇന്ന് നമ്മൾ ഇവിടെ ഒരു കുഞ്ഞുങ്ങളുടെ എക്സാം അടുത്ത ദിവസം ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന ക്രമീകരിച്ച് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ദിവസമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. എനിക്ക് നമ്മുടെ ചർച്ചിലൊരു വലിയ ബ്ലെസ്സിങ് ഉണ്ട്. ഞാൻ 2-3 ബ്ലെസ്സിങ് നമ്മളുടെ ചർച്ച് ക്യാരി ചെയ്യുന്നുണ്ട്. 2-3 ബ്ലെസ്സിങ്സ്. ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. നമ്മുടെ ചർച്ചിലെ കുഞ്ഞുങ്ങളെല്ലാവരും വളരെ വിദ്യാഭ്യാസത്തിൽ പരാജിതരല്ല, ശക്തമായി മുന്നേറുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്കാർ ഉൾപ്പെടെ നമ്മുടെ ചർച്ചിൽ ഉണ്ട്. അതൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. 2-3 പേര് PG നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരല്പം പഠനത്തിന് പുറകോട്ടായിട്ടുള്ളവർ പോലും തോൽവി അറിഞ്ഞിട്ടില്ല. അവർക്കെല്ലാം മുമ്പിൽ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അറിയാം, വലിയ ചലഞ്ച് ഏറ്റെടുത്ത് 12 A+ വാങ്ങി നമ്മുടെ ചർച്ചിൽ റെക്കോർഡിട്ട കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ആകെ മൊത്തം നമ്മൾ കണക്കിലെടുത്താൽ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഭ ഒരു ബ്ലെസ്ഡാണ്. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ലോങ് ലൈഫാണ്. ദൈവകൃപയാൽ ലോങ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ആയുസ് ലഭ്യമാകുന്ന അനുഭവം നമ്മുടെ ചർച്ചിലെ പ്രിയപ്പെട്ടവരിലുണ്ട്. മരണമെന്ന പ്രശ്നങ്ങളെ അഭിമുഖം ചെയ്ത് ഒത്തിരിയേറെ ആൾക്കാർ ദീർഘകാലങ്ങൾ ജീവിച്ചിരുന്ന അനുഭവം നമ്മുടെ ചർച്ചിലുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് അനുഭവമാണ് എന്നുള്ളത് വലിയ സത്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ മരണവുമായി ബന്ധപ്പെട്ട് അല്ലേ, നമുക്ക് ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ചർച്ചിനകത്ത് തന്നെ വന്ന് മരിച്ചുപോയോ എന്ന് പറഞ്ഞാൽ മോർച്ചറിയിലേക്ക് മാറ്റേണ്ട സ്ഥിതിയിൽ എത്തിയവർ വരെ ജീവനോടെ എഴുന്നേറ്റ് തിരിച്ചു വന്നത് നമുക്ക് സാക്ഷ്യമാണ്, ദൃക്സാക്ഷ്യമാണ് നമ്മുടെ ചർച്ചിനകത്ത്. മറ്റൊന്ന് എന്ന് പറയുന്നത് പ്രഗ്നൻസിയാണ്. ജനറേഷൻ ബ്ലെസ്സിങ് നമ്മുടെ ഇടയിലുണ്ട്. അതും തലമുറകൾ ജനിക്കുന്നതിൽ നമ്മുടെ ചർച്ച് ഒത്തിരിയേറെ ബ്ലെസ്ഡാണ്. എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഒരിക്കലും മെഡിക്കലിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ വലിയ സാക്ഷ്യം വഹിച്ച ഒരു സഭയാണ് നമ്മുടെ ചർച്ച്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്ലെസ്സിങ്സിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു വലിയ ക്യാരി ചെയ്യുകയാണ് ബ്ലെസ്സിങ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ചുമക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചില വചനങ്ങൾ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകും എന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾക്കൊക്കെ കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല. കാര്യങ്ങൾ പിടികിട്ടാത്തത് കൊണ്ട് അവർക്ക് അത് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങൾ കുറെ കൂടെ ഉണ്ട്. കുറെ കൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിൽ. അപ്പൊ ഇങ്ങനെ 2-3 നിലകളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മാതാപിതാക്കൾക്ക് കൂടെ ഉള്ളതാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കേണ്ടതും പരിശീലിപ്പിക്കേണ്ടതും മാതാപിതാക്കളുടെ ഭാവമാണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയോടെ അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. വളരെ ഗൗരവമായിട്ടുള്ള ചില വിഷയം. സത്യത്തിൽ ഇവിടെ ബോർഡ് വെച്ച് അത് നിങ്ങൾക്ക് അതിൻ്റെ പോയിന്റ്സുകൾ നൽകി നിങ്ങളെ ടീച്ച് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേങ്കിൽ നിങ്ങൾ ഒത്തിരി വൈകി വരുന്നതിന്. ഞാനൊരു 7 മണിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു കുറഞ്ഞ 1.5 മണിക്കൂറെങ്കിലും നിങ്ങളോട് പ്രസംഗിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ 1.5 മണിക്കൂർ ഇനിയിപ്പോൾ ഏകദേശം അരമണിക്കൂർ സമയമുണ്ട്. ഈ അരമണിക്കൂർ കൊണ്ട് എനിക്ക് നിങ്ങളോട് ഞാൻ വിചാരിക്കുന്ന ഒരു ആശയം തരാൻ കഴിയുമോ എന്നതിൽ ഞാൻ സംശയിക്കുകയാണ്. എന്നെങ്കിലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ നിങ്ങൾക്ക് നൽകി പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തൊരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്കിത് ആരംഭിക്കാം. ലക്കണകളെ അടച്ച ദൈവത്തിന് സ്തോത്രം.
അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നിങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ഈ വൈകിയ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ചില ദൈവവചനങ്ങൾ അവർക്ക് നൽകുമ്പോൾ, സ്വർഗം ഒരു അനുഗ്രഹം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക് പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചർച്ചിൽ വേണ്ടതുപോലെ എത്തിച്ചേരാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുമുണ്ട്. അവരെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത് മാത്രമല്ല, വരും ദിവസങ്ങളിൽ എക്സാമുകളെ അഭിമുഖം ചെയ്യാൻ പോകുന്ന സകല കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വലിയ വിജയങ്ങൾ നൽകുകയും അതിനോട് ഭയമുള്ളവർക്ക് അതിൽ നിന്ന് മോചനങ്ങൾ നൽകുകയും അവർ പ്രതീക്ഷിക്കുന്ന ഉപരിയായി അവർക്ക് ആ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുവാനുള്ള കൃപയും നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരുമിച്ച് ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞേ. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്താ ഈ രാത്രിയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. അതുകൊണ്ട് എനിക്ക് കുറെ കൂടുതൽ സമയം വേണം എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. എനിക്ക് അത്രയും സമയം നമുക്ക് മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ചില ചിന്തകൾ പറഞ്ഞതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തിരിക്കട്ടെ. രണ്ട് തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ആ വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 2 തിമോഥെയോസ്, 2 തിമോഥെയോസ് chapter 1 verse 5. വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് ഒരു ഡിവൈൻ ബ്ലെസ്സിംഗ്, അതായത് ഒരു ദിവ്യമായ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ നിങ്ങൾ എല്ലാവരും മാതാപിതാക്കൾ ഉൾപ്പെടെ ശ്രദ്ധിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറെ കൂടെ ഗൗരവമായി ശ്രദ്ധിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ചിന്താഗതികൾക്കും വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിടിവെക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതിയെടുക്കണം. ഞാൻ പറയുന്ന ഇതിൽ ബുക്കുകൾ കൊണ്ടുവന്നായിരുന്നോ? ചുമ്മാ കൊണ്ട് കൈ വീശി പ്രാർത്ഥനയ്ക്ക് കയറി വരികയായിരുന്നു. എനിക്കതായി മനസ്സിലാക്കാത്തത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന പോലെ നോട്ടീസ് ചെയ്യാന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. അറിയാവുന്ന പോലെ നോട്ടീസ് ചെയ്യാന്നുള്ള, നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു പ്രസംഗിക്കുമ്പോൾ, നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എഴുതി വെക്കുക. ഞാൻ ഈ പറയുന്നത് അതുപോലെ ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാകുന്ന പോലെ എഴുതുക. അത് പിന്നീട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതാണ് എൻ്റെ കാര്യം. ഞാൻ ഒരു എക്സ്ക്യൂസും ഇല്ല. ഞാൻ വളരെ നിരഞ്ജനയോടൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഇത് ചുമ്മാ ഇത് പേരൻസിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. നിങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തൊന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ശരി. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ ചില വിഷയങ്ങൾ. ഒത്തിരിയേറെ ആൾക്കാർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. ഈ പരാജയത്തിന് അടിസ്ഥാന കാരണമുണ്ട്. ഇവിടെ ആരും പരാജിതരാകാൻ ജനിച്ചിട്ടില്ല.
ജനിച്ച് ജീവിച്ച് പരാജയപ്പെടുകയാണ്. ഒരിക്കൽ പോലും എന്ത് ചെയ്യുന്നില്ല, ആരും പരാജയത്തിൽ ജനിച്ച് പരാജയത്തിൽ ജീവിച്ച് പരാജയത്തിൽ അവസാനിക്കുന്നില്ല. ജനിക്കുന്ന സകല ആൾക്കാരും ആരാണ്? വിജയത്തിന് വേണ്ടി ജനിക്കുന്നവരാണ്. ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ അമ്മയുടെ ഊമ്പില് ഗർഭപാത്രത്തിൽ സ്ഥാനം പിടിച്ചത് കോടിക്കണക്കിന് നമ്മളുടെ സഹോദരങ്ങളെ തോൽപ്പിച്ച യൂട്രസിലേക്ക് ഒരു സ്പേം കടക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ബ്ലാഡർ തുളച്ച് കയറി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് സ്പേംസ് വന്ന് ആ അമ്മയുടെ യൂട്രസിനകത്ത് പ്രവേശിക്കാനുള്ള മത്സരത്തിനിടെ ഒരാൾ അകത്ത് കയറി. അതാണ് നീ എന്ന് പറഞ്ഞാൽ ഒരു ജനനം മുതൽ തന്നെ വിജയിച്ചു വരുന്നവരാണ് നമ്മൾ. അങ്ങനെ ജനിച്ച് ജയിച്ച നമ്മൾ ഇവിടെ പരാജയപ്പെട്ട് ഒരാത്മഹത്യയോ നിരാശയോ അല്ലെങ്കിൽ തകർച്ചയോ അനുഭവിക്കുന്നെങ്കിൽ അത് അവരുടെ ലൈഫിന്റെ പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മെന്റലി എന്ന് പറഞ്ഞാൽ അവരുടെ ആശയങ്ങൾ, അവരുടെ മനോഭാവങ്ങൾ ഒക്കെ അവരെ തകർത്തു എന്നതാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ ആരും പരാജിതരല്ല. നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പരാജയപ്പെടാൻ ഏൽപ്പിച്ചവരുമാണ്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കട്ടെ. ഇവിടെ ജനനം, പരിശീലനം, കൃപ, അനുഭവം, ഈ 4 മേഖലയിലാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ 4 മേഖലയിൽ സംസാരിക്കാനുള്ള ടൈമൊന്നും നമുക്ക് മുമ്പിലില്ല. കാരണം ഇത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു തരണമെന്ന് വരികയും നിങ്ങൾ എനിക്ക് വേണ്ടി സമയം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് പ്രശ്നം. ഇത് നിങ്ങൾ നിങ്ങളുടെ സമയത്ത് എത്തുകയും നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പോവുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ സമയത്തിനകത്ത് നിങ്ങളോട് പറയുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ജനനം. നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമുക്ക് പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന ചില വിജയങ്ങളും പരാജയങ്ങളും. ഞാൻ നിങ്ങളോട് പറയുന്ന ആശയം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ജനനപരമായി ജനിച്ചതിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ചില അനുഭവങ്ങൾ എന്ന് പറയുന്നത്, 1 അഭിരുചികൾ, 2 പ്രകൃതം, 3 ബുദ്ധിവൈഭവം, 4 അനുഭവം. ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് നമ്മളിൽ വിജയം എന്നൊരു മേഖലയിൽ കൊണ്ട് എത്തിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ആശയങ്ങൾ ശ്രദ്ധിച്ചേ. 1 എന്താണ്? അഭിരുചികൾ. എന്താണ് ഈ അഭിരുചി എന്ന് പറയുന്നത്? എന്താ? നമ്മൾ പരിശീലിക്കുന്ന കാര്യങ്ങൾ. എന്താണ്? പരിശീലിക്കുന്ന കാര്യങ്ങൾ. അത് അഭിരുചികളാണ്. അഭിരുചി എന്ന് പറഞ്ഞാൽ ചിലതിൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, ചിലതിൽ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. അത് നമ്മളിൽ എന്ത് സംഭവിക്കും? ക്രമേണ വളർന്നുകൊണ്ടിരിക്കും. ചിലർക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, ചിലർക്ക് ഭക്ഷണം കഴിക്കുന്നത് മാത്രമാണ് ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് ഇങ്ങനെ സ്റ്റോറികൾ വായിക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് വായന ഇഷ്ടമല്ല, ചിലർക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ്. ഇങ്ങനെ ഒത്തിരിയേറെ വ്യത്യസ്തമായ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു? അഭിരുചികൾ മാറുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ഭാഗമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. അതായത് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ആ വാക്യം ഒന്ന് വായിച്ചേ. ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസ് അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. നിന്നിലും ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉറച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഒരു ഡിവൈൻ അനുഗ്രഹമാണ്. ഒരു ഡിവൈൻ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവ്യമായ ഒരു അനുഗ്രഹമാണ്. മനസ്സിലായോ? ഇത് എല്ലായിടത്തും എന്ത് ചെയ്യത്തില്ല, എല്ലാം എപ്പോഴും വർക്ക് ചെയ്യുന്നൊരു കാര്യമല്ല. പക്ഷെ ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ആ ചിന്തകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതായത് നമ്മൾ
നമുക്ക് എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നമ്മളോടൊന്ന് ചോദിച്ചു നോക്കിയേ. നമ്മൾ ഇത്രയും നമ്മുടെ ഈ ലൈഫിൽ, ഇതിനകത്തിപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ വരെ ഇത് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്തത്, ഇഷ്ടപ്പെട്ടത് എന്താ? സമയമെടുക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഓർത്തെടുക്കാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നതിനെ സംബന്ധിച്ച് ഓർത്തെടുക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അതായത് ചില ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ പാളം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ കാര്യങ്ങൾ മുന്താസായിട്ട് നടക്കണം എന്ന് വാദിക്കുകയും ശഠിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർക്ക് എളുപ്പമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷേ ചിലർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ കൂടെ കയറി ഇറങ്ങി പോയത് കൊണ്ട് ഇതിലേതാ ശരിക്കും ഞാൻ അനുഭവിച്ചത്. ഇന്ന് സത്യത്തിൽ നമ്മുടെ ലൈഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താ അനുഭവിച്ചത്. ഇതുവരെ കുറെ കിടന്ന് കഷ്ടപ്പെട്ടു, കുറെ കരഞ്ഞു, കുറെ നിലവിളിച്ചു, എന്താ ജീവിതത്തിൽ അനുഭവിച്ചത്. സത്യത്തിൽ ഇതാണ് നമ്മുടെ ഒരു പരാജയം എന്ന് പറയുന്നത്. ഇന്ന് വൈകിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാ, എന്തായിരുന്നു എൻ്റെ അഭിരുചി, ഞാൻ ഏതിലാണ് സംതൃപ്തി കണ്ടെത്തിയത്, എന്തായിരുന്നു എൻ്റെ ഇഷ്ടം, എവിടെയാണ് എനിക്ക് താളപ്രശ്നമുണ്ടായത്, എവിടെയാണ് ഞാൻ വിജയിച്ചത്, സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത മറ്റൊരു ഭാഗത്തിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ പ്രകൃതം. അതായത് ഞാൻ പറഞ്ഞ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനോഭാവമാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ്. മനോഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതൊന്നിനോടും നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നുവോ അതാണ് മനോഭാവം. ചില സിറ്റുവേഷൻ, ഇപ്പോൾ ഒരാൾക്ക് നല്ലൊരു കാറ് കണ്ടു, ഒരാൾ പുത്തൻ്റെ കാറിൽ വന്നിറങ്ങി, പെട്ടെന്ന് എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, അതാണ് മനോഭാവം എന്ന് പറയുന്ന കാര്യം. ഒന്നെങ്കിൽ ചിലപ്പോൾ ഇത് എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നാൽ നമുക്കറിയത്തില്ല, ഇപ്പോൾ വലിയ ആളുകളിലേക്കുമായിരിക്കും, ഇനിയിപ്പോൾ ഞെളിഞ്ഞ് നടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ എന്താ, നമ്മൾ ഈ കാറിനെ കണ്ടിട്ട് എന്തിക്കുന്നറിയോ, ആ വ്യക്തിയെ കുറിച്ച് നമ്മളങ്ങ് തുടങ്ങി പറയാൻ. ഇത് കറക്റ്റ് മനോഭാവമാണ്. മനസ്സിലായേ? ചിലർ നല്ലൊരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്നു, പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് എന്താ, ഇപ്പൊ ഏതാണ്ട് വലിയ പുള്ളിയാണെന്നൊരു ധാരണയാണ്. മനസ്സിലായേ? കാരണം നമ്മുടെ ഇതാണ് സത്യത്തിൽ നമ്മൾ എന്ത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്ത് പഠിച്ചേ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻസിഡൻസുകളിൽ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നിങ്ങളുടെ ആദ്യത്തെ മനോഭാവം കറക്റ്റ് നിങ്ങൾ അത് മാറ്റാൻ പറ്റത്തില്ല. മാറ്റാൻ പറ്റില്ല എന്നുള്ളതല്ല, മാറ്റാം. പക്ഷെ അതിനകത്ത് ഒരു ഡിവൈൻ അപ്രോച്ച് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും, അല്ലെ മാറത്തില്ല. ഇപ്പൊ പൗലോസ് തന്നെ അല്ലേ, പൗലോസ് ഭയങ്കര തീവ്രവാദിയായിരുന്നു ഇതിലെ ന്യായപ്രമാണം സംബന്ധിച്ച്. പൗലോസ് വലിയ തീവ്രമായിട്ട് അതിനെ എന്ന് പറഞ്ഞാൽ സകല പെന്തക്കോസ്തുകാരെ വിശ്വാസികളെ ഒക്കെ കണ്ടാൽ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇവരുടെ മനോഭാവം മാറുക എന്ന് പറഞ്ഞാൽ ഇവരെ കൊല്ലണമെന്ന്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണ്ട, ഇവിടെ ജീവിച്ചിരിക്കേണ്ടത്. അതിന് പുള്ളി പോയി അധികാര പത്രം വാങ്ങി കയ്യിൽ വെച്ചേക്കുക, കൊല്ലുക. ആ സമയത്ത് ദൈവം തൊടുന്നേ. ദൈവം തൊട്ടപ്പോൾ മനോഭാവം മാറിയോ? എന്നിട്ട് പിന്നെ നേരെ ആ മനോഭാവം വന്നിട്ട് പിന്നെ പുരോഹിതന്മാരെ കൊല്ലാനാണ് തോന്നിയത്. മനോഭാവം ചേഞ്ച് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ മനോഭാവം ഏതാ? വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ കൊല്ലുക. അവിടെ വെച്ച് ദൈവം തന്നെ സന്ദർശിച്ചു, മനസ്സ് മാറിയപ്പോൾ പുള്ളിക്ക് ഏത് മനസ്സാ വന്നേ? ക്രിസ്ത്യാനികളെ കൊല്ലണമെന്ന് പറഞ്ഞവരെ എന്നാ കൊന്നേക്കാം. അതൊരു മനോഭാവം. ഏതാണോ ആ മനോഭാവമാണോ വന്നേ? അല്ല. പിന്നെ എന്തായിരുന്നു? എല്ലാവരെയും സ്നേഹിക്കാൻ. ഈ പുരോഹിതൻ ഉൾപ്പെടെ ദൈവത്തിന് വേണ്ടി ഇതാ മനോഭാവം ചേഞ്ച് വരിക. ഇതാണ് ഡിവൈൻ ടച്ച് ഉണ്ടാകും. ഡിവൈൻ ടച്ച്, ഒരു ദൈവ സന്ദർശനം ഉണ്ടായാലേ നമ്മുടെ നിലവിലുള്ള ഈ സൈസ് സ്വഭാവങ്ങൾ മാറും, മനോഭാവം മാറും. ഇത് എല്ലാവർക്കും ഉണ്ടെന്ന് ഈ പ്രശ്നം. ഈ പറഞ്ഞത് എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ കോംപ്ലക്സുകളൊക്കെ എന്തായിരുന്നു? എൻ്റെയൊക്കെ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. മീൻസ് നടന്നു കഴിഞ്ഞാൽ ആൾക്കാരെ നോക്കി ചിരിച്ചാൽ എന്നെ നോക്കിയാ ചിരിക്കുന്നത്. അവർ രണ്ടുപേരും വർത്താനം പറഞ്ഞാൽ എൻ്റെ ചിന്ത അവരെന്നെ നോക്കിയായി വർത്താനം പറയുന്നത്. കാരണം എനിക്ക് കോംപ്ലക്സ്. അത് കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ കൂടെ പോകത്തില്ല. ഞാൻ കൊണ്ട് മാറി നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം എന്നിൽ എന്തോ ഭയങ്കര കുറവുകളാണെന്ന്. പക്ഷെ ഒരു ഡിവൈൻ ടച്ച്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്ന ആ സമയം മുതൽ ഇത് മാറി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കഴിഞ്ഞ ഞങ്ങളുടെ
സുവിശേഷ മദ്യനിരോധന അല്ലെ ബോധവൽക്കരണ സന്ദേശ റാലി ഇന്നലെ ഇവിടുന്ന് ആരംഭിച്ച് ഞങ്ങള് കട്ടപ്പനയിൽ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിച്ചു. ഞങ്ങൾ അന്ന് ഈ പറഞ്ഞ ഈ കോംപ്ലക്സുകൾ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഏകദേശം അരമണിക്കൂർ മേളിൽ ഞാൻ തന്നെ പ്രസംഗിക്കണമായിരുന്നു. അത് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ മണ്ണുകൾക്ക് ഞങ്ങളുടെ ഗന്ധമുണ്ട് എന്ന് തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോംപ്ലക്സുകൾ ഡിവൈൻ ടച്ച് ആണ് അത് മാറ്റാൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെയും ഇടയിലെ മനോഭാവം ഇമ്പോർട്ടൻ്റ്. മനോഭാവം ഇമ്പോർട്ടൻ്റ്. ദൈവികമായ ഒരു ചേഞ്ച് സംഭവിച്ചാൽ നിങ്ങൾക്ക് ഈസിയാണ് ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ. ഏത് മേഖലയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അതിനകത്ത് ജാതിയോ കളറോ പൈസയോ പണമോ പെരുമയോ ഒന്നുമില്ല. യേശു എങ്ങനെയായിരുന്നു? യേശുവിൻ്റെ ആ അപ്രോച്ച് എന്തായിരുന്നു? ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാൻ വിചാരിക്കാൻ ദാസരുമില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് പിച്ചക്കാരനായി. അതിൻ്റെ അർത്ഥം രാജാവാരായി? പിച്ചക്കാരനായി. ആ മനോഭാവം കണ്ടോ, മനോഭാവം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത്. മനോഭാവം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫ് സക്സസ് ആകുന്ന മനോഭാവം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കും. ഇനി ഞാൻ അടുത്ത ഭാഗങ്ങളിലേക്ക് വരികയാണ്. അടുത്ത് നിങ്ങളുടെ ബുദ്ധിവൈഭവം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് ജന്മസിദ്ധമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ബുദ്ധിയുണ്ട്, അത്യാവശ്യമായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അകത്ത് നിങ്ങൾ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇന്നിപ്പം ജന്മസിദ്ധമായി ഇതിനകത്തൊരു വലിയ സംഭവമുണ്ട് കേട്ടോ. നമ്മളെ ഈ ഓൾറെഡി ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠനത്തിന് ഭയങ്കര ശക്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഠിക്കുമായിരുന്നു. പഠനമൊക്കെ പറഞ്ഞ് ഭയങ്കര സിമ്പിളായിരുന്നു. ഒരു 200 പേജിൻ്റെ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ 1 മണിക്കൂർ കൊണ്ട് വായിച്ച് പോയി 100-ൽ 100 മാർക്ക് എഴുതി മേടിച്ചിട്ടുണ്ട്. അത്ര ഇതാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നേരെ ബൈബിൾ സ്കൂളിൽ എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ ബുദ്ധിക്കകത്തോട്ട് എന്ത് ചെയ്യുന്നറിയോ, ദൈവശക്തി കൂടെ കയറിയപ്പോൾ ഞാൻ ടോട്ടലി മാറി. ഞങ്ങളൊരു 4 കുട്ടികളുണ്ടായിരുന്നു ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നതിൽ. ഒന്നേ നിൽക്കുന്നു. എന്നാ അവരെ പോലെ എനിക്ക് പഠിക്കാനൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന കഥ പറച്ചിലായിരുന്നു. രാത്രി 2 മണി വരെയൊക്കെ ഭയങ്കര കഥ പറച്ചിലാണ്. കഥ പറഞ്ഞ് കിടക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എക്സാം ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് ഈ വാക്യങ്ങളൊക്കെ എഴുതുന്നത് അതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. അതായത് ഈ വാക്യം, അതായത് 250 വാക്യം ഒരു ഇയറിൽ ഞങ്ങൾ പഠിക്കണം. അതിനകത്ത് ഒരു വള്ളിയോ ഒരു പുള്ളിയോ ഒരു കുത്തോ ഒരു കോവായോ ഒന്നും പോകാൻ പാടില്ല. ഒരു വാക്യത്തിന് 10 മാർക്കേ ഉള്ളൂ. ഈ 10 മാർക്കിൽ ഒരു കുത്ത് ഇല്ലെങ്കിൽ 5 പോയി, ഒരു വള്ളി ഇല്ലെങ്കിൽ 5 പോയി എന്ന് പറഞ്ഞാൽ ഒരു ദീർഘം പോയാൽ 5 പോയി. അതിനെ തോരപ്പീലുമില്ല. പക്ഷേ ആ സ്ഥാനത്ത് എനിക്ക് ചലഞ്ചായിരുന്നു. ഒരൊറ്റ വ്യത്യാസം 100-ൽ 100 മാർക്കാണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്ര കോൺഷ്യസ് ആയിരുന്നു. ഞാൻ ആ വിഷയത്തിൽ അത്ര കോൺഷ്യസ് ആയിരുന്നു. ഞാനിപ്പോൾ ഒരു ബുക്ക് വായിക്കാനായിട്ടിരുന്ന് വളരെ കോൺഷ്യസ് ആയിട്ട് ഞാൻ ആ ബുക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് 1/2 മണിക്കൂർ മതി ഒരു ഭാഗം കംപ്ലീറ്റ് എൻ്റെ മനസ്സിനകത്ത് വരാൻ. അത് മൊത്തം അതിനകത്ത് ഞാൻ പറഞ്ഞത് ഡിവൈൻ ബ്ലെസ്സിംഗ് ആണ്. സ്വതം ചെയ്തേ ഡിവൈൻ. അതുകൊണ്ടാണ് തമ്പുരാന്റെ കൃപ കൊണ്ട് പിന്നെ സെക്കുലർ വിദ്യാഭ്യാസത്തിൽ വലിയ മേഖലയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ആത്മീയപരമായിട്ട് ഒരു ഡിപ്ലോമ, BTH, പിന്നെ MD, അതെ, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, ആ മേഖലയിൽ എത്താനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം, ദൈവം നിലവിൽ നമ്മളുടെ ബുദ്ധിയെ മാറ്റിയ. അതുകൊണ്ട് ഇന്നും കുഞ്ഞുങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജനറേഷനിലൊരു ബുദ്ധിയുണ്ട്. അതിനകത്ത് പേരൻസിൽ നിന്ന് അല്ലെങ്കിൽ ജനറേഷനിൽ കൂടെ കിട്ടുന്നതായിരിക്കാം. പക്ഷേ അതിനകത്ത് ഡിവൈൻ ടച്ച് വന്നാൽ ബുദ്ധിമാൻ
പിന്നെ ആ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? വേറെ ലെവലായിരിക്കും. ഒരു സമയം അല്ല ചിലരൊക്കെ ശ്രദ്ധിച്ചില്ലേ, പഠിത്തത്തോട് ഭയങ്കര ഭ്രാന്ത. പഠിക്കണം 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 പഠിക്കണം. ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല, 98 വയസ്സുള്ള ഒരു അങ്കിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല, മുത്തശ്ശൻ അമേരിക്കയിൽ താന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഗ്രാജുവേഷനിൽ അദ്ദേഹം ഇങ്ങനെ ഗ്രാജുവേഷൻ ഇതിൽ നിൽക്കുന്നു, സർട്ടിഫിക്കറ്റുമായിട്ടൊക്കെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആരാന്നറിയോ? മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒരു വലിയ ടീം ബാക്കി നിൽക്കുക. ആരാ? അവരുടെ വല്യപ്പൻ എന്ന് പറയാൻ പറ്റത്തില്ല, മുത്തച്ഛൻ എന്ത് ചെയ്തു? ഒരു കോഴ്സ് യൂണിവേഴ്സിറ്റി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഒരു ഡോക്ടറേറ്റ് എടുത്തത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളിൽ ഇത് ടച്ച് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇത് ടച്ച് ചെയ്യണം. നിങ്ങളുടെ ബുദ്ധി മാറും. പക്ഷെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ബുദ്ധിയെ തന്നെ നിങ്ങൾ തന്നെ ശമിച്ചിട്ടുണ്ട്. എന്നാ ബുദ്ധിയാണ്, പഠിച്ചിട്ടൊന്നും എന്ത് ചെയ്യുന്നത്, തലയിലോട്ട് കയറുന്നില്ല, ഇത് ദേഷ്യം വരും, പിന്നെ തലക്കിട്ട് 2 അടിയൊക്കെ വെച്ച്. അതൊക്കെ വളരെ ബാഡായിട്ടുള്ളൊരു ഒരു ക്യാരക്ടറാണ്. നിങ്ങളുടെ തലക്കകത്ത് മുഴുവൻ എന്താ? ബുദ്ധിയാണ്. ഇതിന്റെ കാരണം അല്ലേ, ദൈവം ആമേൻ ഉൽപ്പത്തി പുസ്തകം 1:28 എന്താ പറയുന്നത്? ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. അതിനകത്ത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടില്ലേ, എന്താണ്? ബി ഫ്രൂട്ട്ഫുൾ. ബി ഫ്രൂട്ട്ഫുൾ. എന്താ ഈ ബി ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ? എന്താ? ഫലം. അവിടെ ഒരിക്കലും എന്തല്ല, നിങ്ങൾ സന്താന പുഷ്ടി, ജനറേഷനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജനറേഷനകത്ത് ഉണ്ട്, പക്ഷേ സംഭവം ഏതാ? ബി ഫ്രൂട്ട്ഫുൾ. അപ്പൊ ഈ ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തുണ്ട്? യു ആർ ദ സീഡ്ഫുൾ. നീ ഒരു വിത്തിന്റെ സമാഹാരമാണ്. നിന്റെ അകത്ത് കിടക്കുന്ന മൊത്തം എന്താ? വിത്താണ്, സീഡ്സ് ആണ്. ഇനി നീ യു മസ്റ്റ് ബിക്കം ഫ്രൂട്ട്ഫുൾ. നീ എന്തായി മാറണം? ഫ്രൂട്ടായി മാറണം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാണല്ലോ? ഒരു ഫ്രൂട്ടായി മാറണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആ ബ്ലെസ്സിംഗ്. ഇപ്പൊ മൊത്തം സീഡ്സ് ആണ്. നമ്മുടെ തലയ്ക്കകത്ത് മുഴുവൻ എന്താ? സീഡുകളാണ്, ഐഡിയാസ്, തോട്ട്സ്, എത്രയോ കാര്യങ്ങളുടെ പുതിയ പുതിയ ഐഡിയാസ് അല്ലേ? നിങ്ങൾക്ക് ഐഡിയ ഉള്ളവർ കൈ നോക്കിക്കേ. ഐഡിയ ഉള്ളവര് ഓരോ കാര്യങ്ങൾക്ക് ഐഡിയ ഉള്ള കൈ നോക്കിക്കേ. ഭാഗ്യം, കുറച്ച് പേർക്ക് മാത്രമേ ഐഡിയ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ ഐഡിയ തെളിയിക്കട്ടെ. ഇവിടെ 3 പേർക്ക് ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണേ. കള്ളങ്ങൾ ഉണ്ടാക്കിയത് സൂക്ഷിച്ച ഐഡിയകൾ. ഐഡിയ അല്ലേ? ഈ ഐഡിയ ഇല്ലെന്നൊരിക്കൽ പണ്ട് നിങ്ങളെ പൊക്കത്തില്ലായിരുന്നോ? അല്ല, യേശുനോ ഇവിടെ കത്തിയതല്ലേ? ഐഡിയ ഭയങ്കര, ഐഡിയ ഇഷ്ടംപോലെ ഉണ്ടെന്നേ. ഐഡിയകൾ ഭയങ്കരമാണേ. ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറയാം. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പെട്ടെന്ന് മനസ്സിലാവേണ്ട ഒരു ഉദാഹരണം പറഞ്ഞു. ഐഡിയ ഭയങ്കരമാണ്. നിങ്ങളുടെ പിന്നെ മൊബൈലിനകത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര ഐഡിയമാറ്റിക്കലായിട്ടാണ് നിങ്ങളൊരു മെസ്സേജോ അല്ലേ, ഒരു ഫോട്ടോയോ, അല്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും സംതിങ് നിങ്ങൾ അത് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ അല്ലേ അത്? വേറെ ആർക്കെങ്കിലും പൊളിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പൊളിക്കാൻ പറ്റുമോ? ഞാൻ ഇവരെ ആരും നോക്കുന്നില്ല, ഞാൻ ഇങ്ങോട്ട് നോക്കി പറയുമോ? ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല. അത് ഐഡിയയുടെ കഴിവല്ലേ? അതായതുണ്ടോ? വളരെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ നിങ്ങളെല്ലാം ആരാണ്? സീഡ്സാണ്. നിങ്ങൾ സീഡുകളാണ് മൊത്തം. ഇപ്പം ആദത്തിന് മുമ്പിലോട്ട് കൊണ്ടുപോയി അല്ലേ, കർത്താവ് ഒരു കട്ടിലിട്ട് കൊടുത്തോ, എന്നാ മോനെ ആദമേ നീ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് ഏതൻ തോട്ടത്തിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തിയച്ച് ഞാനിപ്പോൾ ഒരു കട്ടിലുണ്ടാക്കി തരാം, കട്ടിലുണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ ആദം കട്ടിലുണ്ടാക്കിയോ? ഉണ്ടാക്കി. സീഡ അകത്ത് കിടക്കുക, കട്ടിലിന്റെ ഐഡിയാസ് കിടക്കുക. പുള്ളി പെട്ടെന്ന് എന്ത് ചെയ്തു? ആശാരിയൊന്നും ഇല്ല, അന്നത്തെ രീതി അനുസരിച്ച് പുള്ളിക്കാരുണ്ടാക്കി. ഈ ആദിവാസികളൊക്കെ കണ്ടിട്ടില്ലേ,
ഈ ചില ചാനലുകളിലൊക്കെ കണ്ടിട്ടില്ലേ, നാഷണൽ ജോഗ്രഫി ചാനലിനകത്ത് കണ്ടിട്ടില്ലേ, ഈ കടലിലേക്ക് ആൾക്കാർ തീ കത്തിക്കുന്ന എങ്ങനെയാ? കണ്ടുരച്ച് ഐഡിയ. നമ്മളിവിടെ ഒരു തീപ്പെട്ടി കൊടുക്കും, കുറച്ച് തീ കത്തിക്കാൻ അറിയാൻ വയ്യാത്ത ഐഡിയ ആണ് നമ്മുടെ അകത്തുള്ളത്. തീപ്പെട്ടി എടുത്തോണ്ട് എന്ത് ചെയ്യുക? വെളി നിൽക്കുന്ന അമ്മയുടെ അടുത്ത് ഓടി ചെന്നിട്ട് പറയും, അമ്മേ ഇതൊന്ന് കത്തിച്ചു തരാൻ പറയും. പക്ഷേ അല്ലാത്തത് കത്തിക്കാൻ, നാട് കത്തിക്കാൻ, ഞാനതൊക്കെ പറഞ്ഞ ഐഡിയകളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ സീഡ്സ് ആണ്. ഇന്ന് ഈ കാണുന്ന ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും മനുഷ്യന്റെ ഈ 300 ഗ്രാം തൂക്കമുള്ള തലച്ചോറിനകത്തുനിന്ന് പുറത്തു വന്ന. കണ്ടില്ലേ യുദ്ധം നടക്കുന്നത്? കണ്ടില്ലേ? ആരും അവര് വിചാരിച്ചോ ഇറാനെ കൊണ്ട് ഇങ്ങനെ പറ്റുമെന്ന്? വിറപ്പിച്ചില്ലേ? അറബ് രാജ്യങ്ങളെയൊക്കെ വിറപ്പിച്ചില്ലേ? ഇസ്രായേലിലേക്ക് വിറപ്പിച്ചില്ലേ? പുള്ളിയൊക്കെ നമ്മുടെ ബെന്യാമിൻ നെതന്യാഹു ബങ്കറിനകത്ത് കയറിയില്ലേ? എന്താ കാരണം? നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ആൾക്കാർ. ഐഡിയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, നിങ്ങളുടെ അകത്ത് ബുദ്ധി വൈഭവം. ഞാനിപ്പോ എന്താ പറഞ്ഞേ? ബുദ്ധി വൈഭവം ജന്മസിദ്ധമായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 3:13 14 16 വാക്യങ്ങളൊന്ന് വായിച്ച് വളരെ ശ്രദ്ധിക്കും. ഞാൻ നിങ്ങൾ ഈ നോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് ഈ സംഭവങ്ങൾ ചുമ്മാ റെഫറൻസ് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഒന്നും മനസ്സിലാകില്ല. ഏതിനെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞെന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേക്കണം അവിടെ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞ കാര്യം ഇതുമായിട്ട് കണക്റ്റഡ് അത് പെട്ടെന്ന് മനസ്സിലാവും. ബുക്കും പേനൊക്കെ പറഞ്ഞു എൻ്റെ മുതൽ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. പറഞ്ഞ വായിച്ചിട്ട് എന്നത് മൂടുപടം. വായിച്ചു. വായിച്ചു. 3:14 ഏതാ വായിക്കുന്നത്? 13. സോറി 3:14 14 വായിച്ചു. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഈ മൂടുപടം എന്ന് പറയുന്ന സംഗതി എന്താണെന്നറിയോ? ബുദ്ധിയിൽ ഇട്ടിരിക്കുന്ന വെളിപ്പാട് കിട്ടാത്തൊരു വിഷയമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെയൊക്കെ ബുദ്ധിക്കകത്ത് മേൽ എന്ത് കിടപ്പുണ്ട്? ചില മൂടുപടങ്ങൾ കിടപ്പുണ്ട്. അതിനകത്ത് ചിലപ്പോ ആശയങ്ങളാണ്, ചിലപ്പോ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്, ചിലപ്പോൾ നമുക്ക് ഡൗട്ടായിട്ടുള്ള കാര്യമായിരിക്കാം. ചില വിഷയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? താല്പര്യമില്ല, മാറ്റി വെക്കത്തില്ലേ? ഇതൊന്നും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. മൂടുപടമോ? പക്ഷെ മക്കൾക്ക് മനസ്സിലാകുന്നില്ലേ? നമുക്കല്ലേ മനസ്സിലാകാത്തുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഇത് വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആർക്കും മനസ്സിലാകുന്നില്ലെന്നാണോ? അല്ല. അപ്പൊ അവർക്ക് ആ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ആ ബുദ്ധി ഇല്ല. അത് മൂടുപടമാണ് കിടക്കുന്നത്. അതാ വിഷയം. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വെളിവ് കിട്ടാത്തതിന്റെ കാര്യം എന്താ? മൂടുപടം കിടക്കുക. മീൻസ് കരിമ്പടം പോലെ പിശാച് നിങ്ങളുടെ ബുദ്ധിക്കകത്ത് അടച്ചു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളാണ്. നിങ്ങളുടെ ബുദ്ധിയെ പിശാച് എന്ത് ചെയ്ത് അടച്ചു വെച്ചേക്കുക. ബുദ്ധിയെ സംബന്ധിച്ച് എന്താ പറയുന്നത്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസഭ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയോ? നിലവിലൊരു ബുദ്ധി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രവർത്തിക്കുന്ന ബുദ്ധി ഏതാ? നീരഞ്ജന ശരിയല്ല. എൻ്റെ ബുദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുക ഇവൾക്കിട്ട് 2 കൊടുത്താലേ ഒക്കുള്ളൂ, എന്നാലും എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ? സമാധാനം വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുക. എൻ്റെ ബുദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ ബുദ്ധിയിലേക്ക് ദൈവികമായൊരു സമാധാനം വരിക. സാരമില്ല, അവളുടെ കയ്യിലെ കുഴപ്പമല്ല, അത് അവളുടെ പേരൻസിന്റെ കുഴപ്പം. എൻ്റെ ബുദ്ധി പറയുക അവളെ വഴക്കിനി പറയണ്ട, കാരണം അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടെ ആരാ പറഞ്ഞ് കുഞ്ഞാണ്, അവൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാ? മാതാപിതാക്കളാ. അതുകൊണ്ട് ഇനി അവളെ അപ്പൊ ബുദ്ധി മാറിയില്ലേ? അപ്പൊ എനിക്ക് അവളോടുണ്ടായിരുന്ന ആ ദേഷ്യം എന്ത് ചെയ്തു? ഒതുങ്ങി. പിന്നെ അടുത്ത ദേഷ്യം ആരോടായി? പേരൻസിനോടായി. അപ്പൊ പേരൻസിനോട് 2 പറയണമെന്ന് ഇങ്ങനെ കണക്കൂട്ടിയിരുന്നപ്പോൾ ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർ ഇന്നല്ലെങ്കിൽ നാളെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരാതെ അവർ ശരിയാകത്തില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ പ്രശ്നം തീർന്നു.
എനിക്ക് നിരഞ്ജനയുടെ പ്രശ്നമില്ല, മാതാപിതാക്കളുടെ പ്രശ്നമില്ല. കാരണം എന്താ? ഇവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ഇവർക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് വന്ന ആ തോട്ട് എൻ്റെ അകത്ത് വന്നപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബുദ്ധി പോയി. ഇങ്ങനെയാണ് ദൈവിക സമാധാനം നമ്മളെടുത്ത് വസിക്കുന്നത്. ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ നിങ്ങൾ എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവാ അല്ലേ? നമ്മളുടെ ഫേസും എല്ലാം കഴിഞ്ഞു, നമ്മളിങ്ങനെ അറ്റാക്കും ഒക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുക. ഓക്കെ, ഫേസ് ചെയ്യാൻ പോവാം. നമ്മൾ ചിന്തിക്കേണ്ടത് അറിയോ? നമ്മൾ ചിന്തിക്കേണ്ടത് ഏതാ? സകല ബുദ്ധി കവിയുന്ന ദിവസം. നമ്മൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫെയിലാകും, എന്നെ കൊണ്ട് കഴിയത്തില്ല, പരാജയപ്പെട്ടു, ഇങ്ങനെ തുടങ്ങുന്ന ചിന്താഗതികളെ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് കഴിയും. പരിശുദ്ധാത്മാവ് എന്നെ അനുവദിച്ചാൽ എനിക്ക് കഴിയും. കാരണം എന്നെ സൃഷ്ടിച്ചത് ദൈവം, എൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെയാ. അതുകൊണ്ട് കർത്താവിൻ്റെ മേൽ വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെന്ന് ഞാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അത് തിരിച്ചറിയുമ്പോൾ ആ പ്രവർത്തിക്കുന്ന ബുദ്ധിയെ നിങ്ങൾക്ക് കാസ്റ്റ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് മേൽ ദൈവിക സമാധാനം വരിക, നിങ്ങൾ ജയിക്കുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം നിങ്ങളുണ്ടാവും, പ്രതീക്ഷിക്കാത്ത വിജയം ഉണ്ടാവും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ഇത് നിങ്ങൾ ഇതിനകത്തൊരു വലിയ സംഭവം, രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, കുടുംബം. ഈ ബുദ്ധിപരവും, അതായത് ഇത് ഒരാൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കപ്പെടാൻ തക്കവണ്ണം സ്വാധീനം ചെലുത്തുന്ന രണ്ട് മേഖല. അതിലൊന്ന് കുടുംബമാണ്. ഒരുമിച്ച് പറഞ്ഞേ, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാതാപിതാക്കൾ അവരോട് കാണിക്കുന്ന ചില പ്രത്യേകത ഇത് വളരെ ശ്രദ്ധിക്കുക. ഇത് രണ്ട് കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം, മാതാപിതാക്കളും മനസ്സിലാക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാള് കുട്ടി 10ാം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണ്, എക്സാം ചെയ്തുകൊണ്ടിരിക്കുക, CBSE ആണ്. എന്നെ വിളിച്ച ഒരു നായർ ഫാമിലിയാണ്. ആ പുള്ളിക്കാരി ഒരു കോളേജിൽ ലെക്ചററാണ്. അവരുടെ മൂത്ത മോനാണ്. അപ്പോൾ നമ്മുടെ എന്നെ ഇങ്ങനെ വിളിച്ചേച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവരൊരു കാര്യം എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയോ? അവരുടെ മോന് ഭയങ്കരമായിട്ട് ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇച്ചിരി ബുദ്ധിയൊക്കെ ഉള്ളവരാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ അപ്പൻ കോളേജിലെ പ്രൊഫസറായിരുന്നു, പുള്ളിക്കാരി അതുപോലെ തന്നെ കോളേജിൽ ലെക്ചററാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിനും അതുപോലെ ബുദ്ധിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ തിരുവിച്ചാൽ ഈസി ആയിട്ട് നടക്കും. പക്ഷെ അവനെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ശ്രദ്ധ കേട്ടോ. ഇതിനകത്ത് എന്നിട്ട് പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞിനെ ഈ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് പ്രശ്നക്കാരാണ്. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഈ ബൈക്ക് ഓടിച്ച് കട്ടറുകളിലൊക്കെ ചാടിച്ച് ഈ കുഞ്ഞ് തറയിൽ പോകാൻ തക്കവണ്ണം, ഈ പുള്ളിക്കാരി ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തറയിൽ പോകാൻ തക്കവണ്ണം ഒക്കെ ഇടയായി. എന്നിട്ട് ഒരു പ്രാവശ്യം അവര് ഈ അവസ്ഥയിൽ ഓടി, അതായത് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് കിലോമീറ്ററുകൾ നടന്ന് വീട്ടിൽ പോയി. കാരണം ഹസ്ബൻഡിൻ്റെ കൂടെ കയറാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഈ തൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, നമുക്ക് ഇവനെ വേണ്ട, കൊന്നുകളയാം. ഒരു സ്നേഹം പോലും കാണിച്ചിട്ടില്ല ആ സമയത്ത്. ഇങ്ങനെ ഒരു വലിയ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് അവർ തന്നെ അവരുടെ ആ അറിവിൻ്റെ ആയിരിക്കും. അവർ പറയുകയാണ്, ഈ ഒരു പ്രശ്നമായിരിക്കും ഒരു പക്ഷേ എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ കുഞ്ഞിൻ്റെ മേലിൽ വന്ന് ഭവിച്ചേക്കുന്നത് എന്ന് അവർ പറയുക. ഇത് വളരെ സീരിയസ് ആണ്. ആ ഒരു വിഷയം വളരെ യാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഈ മാതാപിതാക്കളെ അര മനസ്സോടും അര കണ്ണോടും പകുതി ചെവിയോടും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തന്നെ ആദ്യം ഇരിക്കുന്നുണ്ട്, ആദ്യം ഇരുന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഇടയ്ക്ക് പുള്ളിക്കാരൻ തിരിഞ്ഞ് പേരൻസിനെ, അമ്മ വല്യമ്മയൊക്കെ നോക്കുന്നു. പുള്ളി ഇങ്ങനെ ഇരുന്ന് ഇവിടെ ചെയ്യും. പക്ഷെ പുള്ളിയുടെ ശ്രദ്ധ എവിടെയാണെന്നറിയോ? അവിടെ ഇരിക്കുന്ന അവിടെ നിന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മൾ നോക്കുമ്പോൾ പുള്ളി വേറെ ഏതൊക്കെയോ ശ്രദ്ധിച്ചോണ്ടായിരിക്കുന്ന തോന്നുന്നോ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് നമ്മുടെ നെയ്തനെ ഞാൻ എടുത്ത് ഞാനിങ്ങനെ പിന്നെ ഇവർ കയറി പോകുന്നു, ഞാൻ പുറകെ കയറി വരിക. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്നൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി, ഇങ്ങനെ. കാരണം വീട്ടുകാരെങ്കിലും ഉണ്ടോ എന്ന്.
ആരെയും കണ്ടില്ല. അന്നേരം മുതൽ എനിക്ക് മനസ്സിലായി ചില മനസ്സ് വേദനിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ പിന്നെ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് കയറിക്കൊണ്ട് വന്ന വഴിക്ക് തന്നെ പുള്ളി എന്ത് ചെയ്തു, ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി പെട്ടെന്ന് കരഞ്ഞു. കാര്യം ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്, പാസ്റ്ററുടെ കയ്യിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ടച്ച് എപ്പോഴും അവരുടെ പേരൻസുമായിട്ടാണ്. പറഞ്ഞതിന്റെ ആശയം, നിങ്ങൾ കാണിക്കുന്ന മുഴുവൻ പരിപാടി അവർക്കറിയാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഇടയിൽ ഒരു ചിന്തകൻ പറഞ്ഞൊരു ഭാഗം ഇതാണ്, സ്നേഹക്കുറവുണ്ടെങ്കിൽ ഇത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന. ഇന്ന് ഇവിടെ വളർന്നു വരുന്ന തലമുറകൾക്ക് മുഴുവനും നാശം വിതച്ചിട്ടുള്ളത് ഇവിടുത്തെ ഡ്രഗ്സ് എന്ന് ഉറപ്പിക്കുക. ഡ്രഗ്സിലേക്ക് പോകുന്നതിന് കാരണമുണ്ട്. ഇത് തുടക്കം വീട്ടിലാണ്. ഈ കുഞ്ഞുങ്ങൾ ഈ തോന്നിവാസത്തിലേക്കും ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ ഡ്രഗ്സിനെതിരെ എന്തോ പ്രസംഗമാണ് പ്രസംഗിച്ചല്ലേ രാജി, ഭയങ്കര പ്രസംഗമായിരുന്നു. പ്രസംഗം ആവേശം കയറി ഞങ്ങൾ അവിടെ പിന്നെ തകർത്തു വാങ്ങി എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല ഒരു പ്രോഗ്രാമാണ്. പക്ഷേ നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങൾ ഡ്രഗ്സുകളിൽ ആശ്വാസം കണ്ടെത്താൻ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു അഡിക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ അടുത്തൊരു ഭാഗത്തോട്ട് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാതാപിതാക്കൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇന്നിപ്പോ ഞാൻ ഫെമിനിറ്ററിനും അവർ കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് ഞാൻ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇടതും വലതും ഇരുത്തിയിട്ട് അവരുടെ നടുക്ക് ഞാൻ മുഴങ്കാലെ ഇരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ആ കൊച്ചു പ്രായം മുതൽ തന്നെ ഞാൻ ഇവരുടെയൊക്കെ ചെവിക്കകത്തും ആരാധനാ സമയത്തൊക്കെ ഓടിച്ചെന്ന് ഞാൻ ഇവരുടെ ചെവിക്കകത്ത് പറയുന്ന നമുക്ക് യേശു മാത്രമേ ഉള്ളതാണ്. ഭയങ്കര ശബ്ദത്തിൽ ആരാധന, നമ്മുടെ സ്പീക്കറും ഒക്കെ വെച്ച് ഇങ്ങനെ ആരാധനയാകുമ്പോൾ ഭയങ്കര ശക്തമാകുമ്പോൾ ഈ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഓടിച്ചെന്ന് ഇവരുടെ ചെവിച്ചെന്ന് ഞാൻ പറയും നമുക്ക് യേശു മാത്രമേ ഉള്ള പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയും കുഞ്ഞുങ്ങളെ. അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇന്ന് ഇതുവരെ തമ്പുരാന്റെ കൃപ കൊണ്ട് കുഞ്ഞുങ്ങൾ ഒരു ദൈവികമായ സാന്നിധ്യത്തിനകത്ത് നിൽക്കാനുള്ള കൃപയുണ്ടായിട്ടുണ്ട്. വളരെ സീരിയസ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചോളാം. നമ്മൾ ചില മേഖലകളിൽ നമ്മൾ പരാജയപ്പെടുന്നതിന്റെ കാരണം ഇന്നല്ലെങ്കിൽ നാളെ അറിയാം. ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരും, ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ ആരും കുറ്റം പറയുന്നവരുടെ കയ്യിൽ നോക്കി ആരും പറയത്തില്ല. കാരണം അവർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും അവർക്ക് കുഞ്ഞുങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ പരാജയപ്പെടും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാനും എൻ്റെ ചേട്ടനും ഭയങ്കര അടിയായിരുന്നു ചെറുപ്രായത്തിൽ. ഞങ്ങളുടെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊഴിക്കുക. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വഴക്കാണെന്നൊരു കുഞ്ചാച്ചൻ ഓടിക്കൊണ്ട് വന്നിട്ട് ഒറ്റ ചവിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചവിട്ടെന്നൊക്കെ പറഞ്ഞാൽ തീർ ചവിട്ടാ, അല്ലാതെ ചുമ്മാ അനിയനാണല്ലോ എന്നുള്ള ചവിട്ടൊന്നുമല്ല. ചവിട്ട് കൊണ്ട് തെറിച്ചാ വീഴുന്നത്. ഉടനെ ഞാൻ കൈ കിട്ടുന്ന വെച്ച് ഞാൻ കയറിയും ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അടിച്ച് ഭയങ്കര വിഷയമായി. ലാസ്റ്റ് പിന്നെ ഫാദർ വൈകിട്ട് വന്നപ്പോൾ ഫാദറിനോട് പറഞ്ഞു അമ്മമാര് ഭയങ്കര അടിയാണ്. ഉടനെ ഫാദർ എന്ത് ചെയ്തു, പോയി ഒരു നല്ല കാപ്പിക്കം വന്നൊക്കെ കാപ്പിയുടെ കപ്പൊക്കെ നല്ലൊരു കാപ്പി പടി വീട്ടിൽ കൊണ്ടുവന്നോട്ട് പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞു. എന്നിട്ട് ഫാദർ പറഞ്ഞു അടിക്കടാന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അടിക്കാൻ അടിച്ചിന്ന് കൊണ്ട് ഇവിടെ തീർത്തോണം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെങ്കിലും മുഖത്തോട് മുഖം നോക്കി നിൽക്കാം. ഭയങ്കര സ്നേഹമൊക്കെയാണ്, അല്ലെങ്കിൽ വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക്. പക്ഷെ അന്ന് ആ ഒരു ശിക്ഷ അടിച്ചു നല്ല പൊട്ടി തന്നു. അതോടുകൂടെ ഞങ്ങൾ തമ്മിൽ അടി നിന്നു. ഭയങ്കര എന്തോ അടി അടിക്കുന്നില്ല. ഇതുപോലെ ശത്രുക്കൾ പോലും അതുപോലെ അടിക്കില്ല. അത്ര വൈരാഗ്യം അടി. വേറെ പ്രത്യേക കാരണമൊന്നുമില്ല. ഭക്ഷണത്തിന് പേരിൽ അടിയോ തുണിയുടെ പേരിൽ അടിയോ ഒന്നുമല്ല. അങ്ങ് അടിയാ, ഇഷ്ടപ്പെട്ടില്ല അടി തുടങ്ങുക. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ പേരൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റ്
നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു ആശയം, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നത് നിങ്ങൾ ട്രാപ്പിലായി. നിങ്ങൾ ഇതുവരെ കാണുന്ന ഒരാളായിരിക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഐഡിയാസ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിനാണ്. ഐഡിയാസ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന രഹസ്യങ്ങൾ യേശുണ്ടോ? നിങ്ങൾ പറ യേശുണ്ടോ? അതെ, അതുകൊണ്ടാണ് അതിൻ്റെ തെളിവ് പറഞ്ഞത്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിലാണ് ഐഡിയാസ് വർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. കാരണം അതൊരു ഭയങ്കര സംഭവം തന്നെ. ഇപ്പോൾ എന്തെങ്കിലും ഒരു കള്ളം ചെയ്യും, ആ കള്ളം ഒരിക്കലും ആരും അറിയില്ലെന്ന് ആഗ്രഹിച്ച് തന്നെയുള്ള അവർക്ക് ഇപ്പം ബുദ്ധി പ്രവർത്തിക്കുക എത്ര ഭയങ്കരമായിട്ടാണ് നോക്കി. എന്നും നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ വർക്ക് ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവരുടെയൊക്കെ ബുദ്ധി അത് അപാര ബുദ്ധിയാണ്. നമ്മൾ വിചാരിക്കുന്ന ബുദ്ധിയേ അല്ല. പക്ഷെ ഇതെവിടെ പൊളിയുന്നതെന്നറിയാമോ? നിങ്ങൾ വെച്ച ഈ ബുദ്ധി വർക്ക് ചെയ്യാതെ വരുന്ന സമയമാണ്. അത് ദൈവത്തിന് മുന്നിലാണ്. പക്ഷെ അവിടെ വരുമ്പോഴത്തേക്ക് പരാജയപ്പെട്ടിരിക്കും. അതാണ് പ്രശ്നം. പരാജയപ്പെട്ടിട്ട് അവിടെ വരുന്ന അതാണ് പ്രശ്നം. പരാജയപ്പെട്ട് അവിടെ വരുന്ന അവിടെ പ്രശ്നം. പരാജയത്തിന് മുമ്പോട്ട് വരത്തില്ല അത്, അല്ലേ? പരാജയപ്പെട്ട് കഴിയുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ട്രിക്കുകൾ ഉപയോഗിച്ച് കർത്താവ് ആ ഒരു വിഷയത്തിന് ഒരു തെളിവ് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പിടിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ അപാര ബുദ്ധിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കാവശ്യം പേരൻസ് വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുതണം. നിങ്ങളെപ്പോഴും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആത്മാവിൽ നടത്തിയാലും നടക്കത്തില്ല. നിങ്ങളെല്ലാവരും വിചാരിച്ചെടുക്കുന്നത് പാട്ടുപാടിയോടി പ്രാർത്ഥിച്ചോടി, നീ എപ്പോഴാടി പ്രാർത്ഥിച്ചത്, നീ എത്ര നേരം പ്രാർത്ഥിച്ചിട്ട്, നീ ഏത് സങ്കീർത്തനമാടി വായിച്ചത്, ഇതൊന്നും പറഞ്ഞാലും നമുക്ക് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യത്തില്ല. അങ്ങനല്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതിനകത്ത് അങ്ങ് കണക്ട് ചെയ്തൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ അവരാ തെറ്റുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു പെങ്കൊച്ച് ഓർക്കുന്നുണ്ടോ? എന്നും രാത്രിയിലും പകലും എല്ലാം ഫോണിൽ ഇങ്ങനെ മെസ്സേജ് അയക്കില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്നാലും നമ്മുടെ അമ്മച്ചി ചോദിച്ചു, നീ എന്നാടി ഈ ഫോണിനകത്ത് ഇങ്ങനെ? അതെനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവന് മാനസാന്തരപ്പെടാൻ വേണ്ടി വചനം അയച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അവൻ മാനസാന്തരപ്പെടാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വചനം അയച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം അയച്ച് അവൻ കെട്ടി അവിടെ. ഏത് വചനം അയച്ചതെന്ന് മനസ്സിലായില്ല. എങ്ങനെയാലും കല്യാണം നടന്നു. അത് വലിയ സീനായിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ രണ്ടാമതൊന്ന് കെട്ടി, പിന്നെ മൂന്നാമതൊന്ന് കെട്ടി. ഇപ്പം നിലവിൽ മൂന്നാമത് കെട്ടി നിൽക്കുക. ഇനി അടുത്തത് പിന്നെ ഇതെല്ലാം തുടങ്ങിയത് എവിടാ? വചനം അയക്കുക ഫോണിൽ. നിങ്ങൾ അങ്ങനെയൊന്നും ആരും മാനസാന്തരപ്പെടുത്തണ്ട കേട്ടോ. വളരെ സിൻസിയറായിട്ട് ഞാൻ പറഞ്ഞ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു പരാജയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിലൊരു ശൂന്യതകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സ്റ്റക്കാകുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന നിങ്ങളുടെ വീട്ടിലെ ഒരാളെ നിങ്ങൾ അവരോട് പറയണം, മമ്മി പപ്പ അല്ലെ ചേട്ടാ ചേച്ചി ആരും. ഒരു പക്ഷെ അവര് നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്നൊരു നല്ല ഗൈഡൻസ് തരാൻ സാധിക്കും. ഓക്കെ, അത് വീട് എന്നുള്ളത് ശ്രദ്ധിച്ചോളാം. ഇപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പോൾ വിചാരിച്ചു വെച്ചേക്കുന്ന കാര്യത്തിലേ, നിങ്ങൾ സിൻസിയറായിട്ട് പറഞ്ഞത് പേരൻസിന് ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ട്. പേരൻസിന് വളരെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. നിങ്ങൾ എന്ത് കാണിക്കുന്നോ അത് നിങ്ങളുടെ മക്കളെ കാണിച്ചിരിക്കും. ഞാൻ ഈ ട്രഡീഷണൽ കേർഡ്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ തന്നെ. കാരണം ആദ്യമൊന്നും എനിക്കത് വിശ്വാസമില്ല. ഈ ശാപം ഇല്ല എന്നൊക്കെയാണ് ഞാനും ആദ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ശാപം ക്രിസ്തുവിൽ കൂടെ മാറും, അത് സത്യസന്ധമായിട്ടുള്ള കാര്യം. പക്ഷെ വേറെ കാര്യം, ചില ഏറ്റുപറച്ചിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം യേശുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു, അല്ലേ? എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞു? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം ഏറ്റുപറയിച്ചു. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ യെസ് ഐ ലവ് യു.
ആരോട് പറഞ്ഞു? പത്രോസ് യേശുവിനോട് പറഞ്ഞു. കാരണം 3 പ്രാവശ്യം പറയിച്ചു. ചില മേഖല ഏറ്റുപറച്ചിൽ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾക്കറിയാമോ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക. അപ്പൊ നമ്മുടെ വാ കൊണ്ട് നമ്മൾ യേശുവിനെ ഏറ്റുപറയുന്നതിന്റെ അർത്ഥം എന്താ? വാക്കുകൾക്ക് ഭയങ്കര ശക്തി, ഏറ്റുപറച്ചിൽ ഭയങ്കര ശക്തി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചില പാരമ്പര്യങ്ങൾ ഏറ്റുപറഞ്ഞു വിടണം. ഞാനതിനെ ഇത്രയും ബലവത്തായിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരു 10-50 ഫാമിലീസിൻ്റെ തകർച്ച എനിക്കറിയാം. എൻ്റെ പേഴ്സണൽ, ഞാൻ കോണ്ടാക്ട് ചെയ്ത എൻ്റെ പേഴ്സണൽ കോണ്ടാക്ട്, അവിടെയെല്ലാം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. തലമുറകൾക്ക് വന്നു നേരിയ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണം ദൈവം അനുവദിച്ചാൽ ഇതിനെല്ലാം ബേസ് ചെയ്തൊരു ക്ലാസ് സഭയ്ക്കകത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഒന്നുകൂടെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുക. കാരണം ഇത് തലമുറകൾ, ഇപ്പം ഡ്രഗ്സിലേക്ക് ആൾക്കാർ പോകുന്നത്, പ്രേമത്തിലേക്ക് ആൾക്കാർ പോകുന്നത്, മോശമായി തെരുവിൽ കുഞ്ഞുങ്ങൾ അടിഞ്ഞാടുന്നതിൻ്റെയൊക്കെ കാരണം അതിൽ അവർ ചിന്തിക്കണം. അവരുടെ പുറകിൽ ഒരു വലിയ സ്റ്റോറിയുണ്ട്. ഫാമിലി സ്റ്റോറി, കുടുംബ സ്റ്റോറി. സത്യത്തിൽ അത് നമ്മളൊരിക്കലും അതിനെയൊന്നും നമ്മൾ നിഷേധിക്കാനാവില്ല. അതാണ് പക്ഷേ ഈ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം, ഞാൻ അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്ന ക്ലാസ്സിനകത്ത് ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആത്മാക്കളെ കുറിച്ച് പറയുന്നത്. ആത്മാക്കളെ കുറിച്ച് പറയുക. 19 ടൈപ്പ് ഓഫ് ആത്മാക്കൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ചില നമുക്ക് നിലവിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു 19 കൂട്ടം ടൈപ്പ് ഓഫ് സ്പിരിറ്റ്സ്. ഞാനത് പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇത് ഫാമിലിയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഞാനിതിവിടെ പറഞ്ഞു നിർത്തുക, നമ്മുടെ സമയം കഴിഞ്ഞു പോയി. എനിക്ക് ബാക്കി കാര്യം കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാക്കുന്നുള്ളൂ അല്ലേ? രണ്ടാമത്തെ ഭാഗം സഭയാണ്. രണ്ടാമത്തെ ഭാഗം ഏതാണ്? സഭയാണ്. ഒന്ന് കുടുംബമാണ്, 2 സഭയാണ്. നിങ്ങൾ സഭ എന്ന ആശയത്തിലേക്ക് വരുമ്പോൾ ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? സഭ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. സഭ എനിക്ക് ഭയങ്കര ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ. ചിലർക്ക് വിശ്വാസികൾ, ചിലർക്ക് എൻ്റെ മേൽ ഇൻവോൾവ്മെന്റ്, ചിലർക്ക് എൻ്റെ മേൽ ഇൻവോൾവ്മെന്റ് അല്ല, എല്ലാ പാസ്റ്റർമാരും ഇൻവോൾവ്മെന്റ് ആണ്. ഏതൊരു പ്രവാചകൻ ഉണ്ടെന്ന് വരികയും ആ പ്രവാചകൻ പറയുന്നതാണ് അവർക്ക് കാര്യം. ഇവിടെ ഒരു പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ പ്രൊഫറ്റ് സാബുലാൽ ഒരു പ്രോഫസ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പ്രൊഫറ്റ് ശമുവേൽ, അല്ലാതെ എനിക്കറിയത്തില്ല, ഞാൻ പേരിട്ടതാണ്. പ്രൊഫറ്റ് ശമുവേൽ ഒരു പ്രവചനം പറഞ്ഞു. നേരെ അവിടോട്ട് പോയി. അപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും വേറൊരു പ്രോഫറ്റ് ഒരു പ്രവചനം പറഞ്ഞു, അങ്ങോട്ട് പോയി. കാരണം എല്ലാവരിലും അവർക്ക് വിശ്വാസമാണ്, അവർ പോയി നശിക്കത്തേ ഉള്ളൂ. വളരെ സിൻസിയറായിട്ട് പറഞ്ഞ കാര്യമാണ്. പ്രവാചകന്മാരെ അന്വേഷിച്ചു പോകുന്നത്. പിന്നെ ചിലർ സ്വയം പ്രവാചകരങ്ങ് ആവുക. ഈ പോയി മടുത്ത് കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? കുറെ പ്രാക്ടീസ് ആകുമല്ലേ, അന്നേരം പിന്നെ ഇവര് നിന്നെപ്പോ ഒരു പ്രവാചകരാവുക. ഞാൻ നിന്നെ കുറിച്ചൊരു വെളിപ്പാട് കണ്ടു, നീരജയെ നിന്നെ കുറിച്ച് ഞാൻ വെളിപ്പാട് കണ്ടു. സ്വയം പ്രവാചകരായി നീ ഇങ്ങനെ നടന്നു പോകുന്നു ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു പട്ടി കൂടി വരും. നീ ആ പട്ടിയെ കാണുന്നു, എന്ത് ചെയ്യുന്നു? പട്ടി ഞെട്ടി. ഞാൻ പറഞ്ഞത്, ഈ ഒത്തിരി ആയി കഴിയുമ്പോൾ പോയി നമ്മൾ വരാവും. കാരണം മാത്രമെല്ലാം കേട്ടിട്ടൊന്നും ഇതുവരെ വർക്കൗട്ടായില്ല. പിന്നെ ഇനി നമുക്ക് തുടങ്ങാതെ അങ്ങനെ ഇരുന്നിട്ട് വിളിക്കണം. നിങ്ങൾ ആദ്യം നിലനിൽക്കേണ്ടത് ഉപദേശത്തിലാണ്. നിങ്ങൾ നിലനിൽക്കേണ്ടത് എന്തിനാണ്? ഉപദേശത്തിലാണ്. നമ്മുടെ സജികുമാർ പറഞ്ഞൊരു കാര്യം എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചു. നമ്മുടെ ഇവൻ്റെ ബർത്ത്ഡേക്ക് ചെന്നപ്പോൾ സജികുമാർ 2-3 വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, പുള്ളി പറഞ്ഞു, സഭയാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയും വളർത്തിയത്. അത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച എൻ്റെ കുഞ്ഞിനെ. സത്യത്തിൽ യവൻ ഇവിടെ ഉണ്ട്. യവൻ്റെ കാര്യങ്ങൾ ഷീബ എന്നോട് ഓരോ സമയങ്ങളിലും അവൻ്റെ പഠനത്തിൻ്റെ പ്രോബ്ലംസ്
അവന് വായിച്ചാൽ മനസ്സിലാകുന്നില്ല, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്നില്ല. എൻ്റെ പാസ്റ്ററെ ഞാൻ തല്ലി മടുത്തു, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു പരാതിയാണ്. പക്ഷെങ്കിൽ പ്രാർത്ഥന, ഉപവാസം, ആരാധന, ഉപദേശമൊക്കെ ഇന്ന് അവന് കർത്താവ് നല്ല നിലയിൽ തന്നെ പഠിച്ച് മുന്നേറാനുള്ള കൃപ കൊടുക്കണം. ഇത് സഭയുടെ ഇൻവോൾവ്മെന്റ് ആണ്. ഇന്നിപ്പം സഭയ്ക്ക് ഒരു ഭയങ്കര ഉത്തരവാദിത്വം, സഭയുടെ ഉത്തരവാദിത്വം. അതായത് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്താൽ നിങ്ങൾ പോകുന്നത് നാശത്തിലേക്ക്. എനിക്കതിന് പറ്റും അല്ലേ? കാരണം ഞാൻ ആരാ? ലീഡറാ. എനിക്ക് നിങ്ങളെ എന്ത് ചെയ്യാം? മിസ്ഗൈഡ് ചെയ്യാം. യെസ് പറ, നിങ്ങൾ പറ. ഞാൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കത്തില്ലേ? ഞാൻ പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കത്തില്ലേ? കാരണം എന്താ? നിങ്ങളുടെ പാസ്റ്ററാണ് ഞാൻ. എനിക്ക് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാം. പക്ഷേ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഉള്ള കാര്യം കൃത്യമായി ഓരോ മേഖലകളെ ബേസ് ചെയ്ത് ഇന്ന് 33 വർഷത്തെ ഈ ശുശ്രൂഷ പരിചയത്തിൽ 17ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ പ്രസംഗമാണ്. 17ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ പ്രസംഗം ഇന്നേ നാഴിക വരെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോപ്പർ ഗൈഡൻസ് എൻ്റെ ശ്രോതാക്കൾക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന് ചിലപ്പോൾ വഴക്ക് പറയും, അതിന് ചിലപ്പം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ തോന്നിയെന്ന് വരും അല്ലേ? ചിലപ്പോൾ ഇതുപോലെ പിന്നെ മാനസാന്തരത്തിന് വേണ്ടി ഫ്രണ്ടിന് പിന്നെ വചനം അയച്ചു കൊടുക്കുന്നതൊക്കെ വേണ്ട, നിർത്തണമെന്ന് പറയും. ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേങ്കിൽ സത്യമാണ്. അതുകൊണ്ട് എനിക്ക് ഓരോ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ ഭാവി പ്രവചിക്കാൻ പറ്റും. പ്രവാചകനൊന്നുമല്ല, പക്ഷെങ്കിൽ പ്രവചിക്കാൻ പറ്റും. എനിക്കറിയാം ആ കുഞ്ഞുങ്ങളുടെ പോക്ക് എവിടെയാണ് മിസ്റ്റേക്ക്. ആമേൻ. ഒത്തിരി കുഞ്ഞുങ്ങളെ എനിക്ക് അതുകൊണ്ട് നേടാൻ പറ്റിയിട്ടുണ്ട്. സത്യമായിട്ട് പറയാം, ഒത്തിരി കുഞ്ഞുങ്ങളെ നേടാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാൻ അതിനകത്ത് അഭിമാനം കൊണ്ടു. കാരണം എന്നറിയോ, എനിക്ക് ശരിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളു ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു വാക്ക് നമ്മുടെ ആശ്ന പറഞ്ഞു. എനിക്ക് കണ്ണെന്ന് അവിടെ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. ഇമോഷണലി ഭയങ്കരമായിട്ട് അവിടെ എൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ സ്റ്റാറ്റസ് ഇട്ടിട്ട് അവൾ എൻ്റെ അടിയിൽ എഴുതി എൻ്റെ സ്പിരിച്വൽ ഫാദർ. എൻ്റെ കണ്ണെന്ന്. അപ്പം ഞാനതിനകത്ത് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ നൽകിയ ആ ഒരു പ്രയോറിറ്റി, അവൾക്കത് ഫീൽ ചെയ്തു. ആ പ്രയോറിറ്റി ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, വളരെ സീരിയസ് ആണ്. നമ്മൾ ചിന്തിക്കണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ നന്നായിട്ട് കൊണ്ടുപോകാനും പറ്റും, നശിപ്പിക്കാനും പറ്റും. എൻ്റെ ഉപദേശം നിങ്ങൾ കേൾക്കും. പക്ഷേ ഞാനിന്ന് നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, സഭ എന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ ഇൻവോൾവ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം സഭ എന്ന് പറഞ്ഞാൽ ആഴ്ച ഒരു പ്രാവശ്യവും ഞായറാഴ്ച മാത്രമേ. ഈ ഞായറാഴ്ച കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. ഏതോ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട വീട്ടിലാണ്. ഇതിന് ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ആദ്യം മുതലേ പറഞ്ഞ കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്, സഭയിലെ ഒരു പ്രവർത്തനങ്ങളിലും കുഞ്ഞുങ്ങളെ ഒഴിവാക്കണം. ആ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാകും എന്നത് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് എവിടെയെങ്കിലും കുഞ്ഞുങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ അകലുന്നു എന്ന് തോന്നിയാൽ അപ്പോഴേ അവിടെ നോട്ടീസ് ചെയ്തു. എന്തെങ്കിലും കാരണങ്ങളിൽ അവർ എക്സ്ക്യൂസ് പറയുകയോ, എന്തെങ്കിലും കാരണങ്ങളിൽ അവർ ഒഴിവാകുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ആവശ്യമില്ലാതെ പ്രോഗ്രാം ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴേ നോട്ടീസ് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് എവിടെയോ മിസ്റ്റേക്ക് പറ്റും. സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യമാണ്. സത്യസന്ധമായിട്ട് ഒരുപക്ഷെ നിങ്ങളോടൊപ്പം അവർ പ്രാർത്ഥിക്കും, നിങ്ങളോടൊപ്പം അവർ ബൈബിൾ വായിക്കും, നിങ്ങളോടൊപ്പം അവർ എന്തും കാണിക്കും. പക്ഷേ പ്രോബ്ലം വരുന്നത് ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവർ നിങ്ങളുടെ കൂടെ നന്നായിട്ട് കട്ടയ്ക്ക് നിൽക്കും ആത്മീയ കാര്യത്തിൽ. പക്ഷെ സഭയുമായിട്ട് അവർ ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ, നോട്ട് ചെയ്തോണം, ആള് എവിടെയോ ഹോൾഡ് ആകുന്നുണ്ട്. 100% നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ
തെളിവുകൾ തരാൻ പറ്റും. ഈ ദിവസങ്ങളിലെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് അതിനായിട്ട് ആ സഭയോടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥകൾ നൽകുന്ന ഓർത്തി കർത്താവ്. ഞാനത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഇന്നിപ്പം നമ്മുടെ ചർച്ചിനകത്ത് ചില വ്യക്തികൾ നോട്ടഡാണ്. ഒരു 10 പകൽ കഴിയുമ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടും. വളരെ സിൻസിയറായിട്ട് പറയുന്നൊരു കാര്യം. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, വളരെ ദൈവികമായ ഒരു ബന്ധം എപ്പോഴും കണക്ട് ചെയ്യുന്നത് സഭ ഒരു വലിയ ഇൻവോൾവ്മെന്റാണ്. പിന്നീട് ഇന്നത്തെ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് 10 പകൽ കഴിയുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ മനസ്സിലാക്കും. ഞാൻ വിചാരിക്കുന്നത് എത്ര കണ്ട് എൻ്റെ പല പ്രസംഗങ്ങളും ഒത്തിരി അർത്ഥവത്തായിട്ടുള്ള പ്രസംഗങ്ങളാണ്. കുഞ്ഞുങ്ങളൊക്കെ അറിയേണ്ടതും മുതിർന്നറിയാൻ എത്രയോ കാര്യം, ചിലതൊക്കെ ഓപ്പണായിട്ട് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ സഭയ്ക്ക് ഭയങ്കര ഇൻവോൾവ്മെൻ്റാണ്. അറിയണം. ഇപ്പം എന്തായാലും ഞാൻ കാര്യം പറയട്ടെ, എത്രയോ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ വെളിയിൽ നിന്ന് അറിയുന്നു. നമ്മൾ വിചാരിക്കും, ഓ ഇത് പൊട്ടിയെ ഇവക്കൊന്നും ഒന്നും അറിയുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിയപ്പോൾ ഇവള് പൊട്ടിയെ ഇവക്കൊന്നും അറിയുന്നില്ല. പക്ഷേ അവൾ നിങ്ങളുടെ പൊട്ട് കളിക്കുന്ന അവർക്കേ അറിയത്തുള്ളൂ നിങ്ങളെക്കാൾ കൂടുതൽ. നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന എന്നാ ഇവന് ഞാൻ പഠിച്ചൊരു കാലഘട്ടമല്ല ഇന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാലം. എത്രയോ കുഞ്ഞുങ്ങൾ ഇവരും നമുക്കൊന്നും ഒരിക്കലും ഓരോ പേരൻസ് വന്ന് ഓരോ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, വെറും 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ പോലും ഉണ്ടാകുന്ന ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ അവരുടെ പിതാക്കൾ വന്ന് എന്നോട് കൗൺസിലിംഗ് ആവശ്യപ്പെട്ട് പറയുന്നത്, ഇത് ഞാൻ ആർക്കാണ് ഈ 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് ഞാൻ എന്നാ കൗൺസിലാകും? നിങ്ങൾ പറയാം എന്നാ കൗൺസിലാകും? ഇതിന് വല്ല മനസ്സിലാകും. ഇപ്പം ആദുവിന് 4 വയസ്സല്ലേ, ഇതേ ഇരുന്ന് പുള്ളി ഇങ്ങനെ പിന്നെ നമ്മുടെ സഭ കണ്ടുകൊണ്ടിരിക്കുക. ഈ പുള്ളിയോട് എനിക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. ഞാൻ എന്നെ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. അതു നീ ആദ്യം ആത്മാവിൽ ആരാധിക്കടാ, നീ പറയടാ വാക്യം, യഹോവയുടെ എനിക്ക് മുട്ടുണ്ടാകുകയില്ല, ഇനി മേലാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, പറയടാ. നടക്കും ഇതൊക്കെ. 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് കൗൺസിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇത് പിന്നെ ആർക്കിട്ടാ കൊടുക്കണ്ടേ? ഈ സാധനം കൗൺസിലിംഗ് അല്ല കൊടുക്കണ്ടേ, ചൂരവടി ആർക്കാ? ശബ്ദത്തിൽ പറ. മാതാപിതാക്കൾ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിക്കണം. ഞാനിത് പറയുന്നത് ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്തെങ്കിലേ ദൈവം ബ്ലെസ് ചെയ്ത്, അല്ലെങ്കിൽ അനുഭവിക്കുന്ന ദുരിതവും ദുരന്തവും നമ്മൾ നോക്കുകുത്തികളായിരുന്നു കണ്ടു പറഞ്ഞാൽ നിസ്സഹായരായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ, ആ വിഷയത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായിട്ട് നോക്കി നിന്ന് കരയാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അപ്പന്മാരൊക്കെ പോയി എന്ത് ചെയ്യുക? കഷ്ടപ്പെടുക. വെയിലും മഴയും നോക്കാതെ ദൂരെയും അടുത്തും ജോലിയും കാര്യവും ഗൾഫിലും ഒക്കെ ആയിട്ട് കിടന്ന് കഷ്ടപ്പെടുക. ഒറ്റ ലക്ഷ്യമുള്ളൂ, അവർ കുഞ്ഞുങ്ങൾ കുടുംബം എല്ലാം കൂടി മുടിഞ്ഞ് നശിച്ച് ഇല്ലാതാകുമ്പോൾ ആ വലിയ സ്വപ്നങ്ങൾ തകർക്കുന്നത് ആരാ? ആർക്കാ? എവിടെയാണ്? പ്രാർത്ഥിക്കാൻ പോവാ. നമുക്ക് എക്സാം ഒക്കെ എഴുതി വിജയിക്കണ്ടേ? അപ്പോൾ നിങ്ങളിൽ ഓൾറെഡി ദൈവത്തിൻ്റെ കൃപ കൂടെ വരട്ടെ. ഓൾറെഡി നിങ്ങൾ ബുദ്ധിയുണ്ട്. നിങ്ങളിൽ എനിക്കൊരു വിഷയം കൂടെ എടുത്ത് പറയാൻ, ദൈവകൃപ എന്നൊരു വിഷയം പറയാനുണ്ടായിരുന്നു. ആ ദൈവകൃപ കൊണ്ട് ഇന്ന് പ്രസംഗം അത് ഭയങ്കര വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കകത്ത് നമ്മുടെ ബുദ്ധിയോട് ചേർന്ന് വന്ന് പ്രവർത്തിക്കുന്ന വിഷയം ദൈവകൃപ. അതുകൂടെ പറയണമെന്നുണ്ടായിരുന്നു, സമയമില്ലാത്തത് ഞാൻ പറയുന്നില്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവേ, സകല കുഞ്ഞുങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ഒത്തിരിയേറെ ഹൃദയങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അവർ മനസ്സിലാക്കണം. അവരുടെ തലമുറകൾ
അനുഗ്രഹം പ്രാപിക്കുന്നതും നശിക്കുന്നതും എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച്, എപ്രകാരമാണ് എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചറിവിന് വേണ്ടി ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സകല എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെയും ബ്ലസ് ചെയ്യുന്നു. ദൈവകൃപ അവർക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.